അവിടുന്ന് ഇപ്പൊ സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ മോനെ. അവരൊക്കെ കിടന്നുറങ്ങി കാണും. ബാ നമുക്കും പോകാം. എന്നാലും ആന്റി, നമുക്ക് സുമയ ടീച്ചറിന്റെ റൂമിലൊന്ന് പോയാലോ? അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാലോ. ഈ രാത്രിയിൽ ഇനിയിപ്പോ പോവണ്ട മോനെ. അവര് കിടന്നുറങ്ങി കാണും. വെറുതെ എന്തിനാ അവരെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? നേരെ ഒത്തിരിയായി മോനെ. ബാ നമുക്കും കിടക്കാം. അടുത്തെനിക്ക് എത്ര നാളെന്ന് വെച്ചാൽ ഞാനിത് സഹിക്കുന്നേ. കല്യാണം കഴിച്ച അന്ന് തുടങ്ങിയത് ഈ പ്രശ്നങ്ങൾ. ഇതിനൊരു അവസാനം ഇല്ലല്ലോ. ഷീതിക്കേൻ്റെ ഉമ്മ ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരു സമാധാനവും കിട്ടില്ല. ഒന്നെങ്കിൽ ആ വീട്ടിൽ നിന്ന് മാറണം, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങണം. അല്ലാതെ റഷീദയ്ക്കായിട്ട് അവിടുന്ന് മാറുകയില്ല. എന്തിനാ ഞാൻ ജീവിക്കുന്നത്? എന്നും ഈ കഷ്ടപ്പാട് മാത്രം. എന്ത് ചെയ്താലും കുറ്റം. ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. ഇന്നെല്ലാം അവസാനിപ്പിക്കാം. ഇനി ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല. മരിക്കാൻ പേടിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്തിനിങ്ങനെ ജീവിക്കുന്നത്? വെറുതെ ഒരു ജീവിതം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ തന്നെ നല്ല പേടിയാവുന്നുണ്ട്. ഞാൻ എങ്ങനെ ഇവിടുന്ന് ചാടും? ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ പിന്നെ ഞാനത് ചെയ്യാതിരിക്കില്ല. കണ്ണ് പൊത്തിപ്പിടിക്കാം. അങ്ങനെയാണെങ്കിലും ഞാൻ ചാടും. ഞാൻ മരിച്ചാലും ആർക്കും ഒരു വിഷമം ഉണ്ടാവില്ല. എൻ്റെ അപ്പുമോനും റഷീദയ്ക്കൊക്കെ ഒഴിച്ച്. അപ്പുമോനെ, റഷീദയ്ക്ക്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എടാ, നീ എന്തിനാണ് ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കുന്നത്? പോയി രക്ഷിക്കാൻ നോക്ക്. ആ ചേച്ചി ഇപ്പൊ താഴെ ചാടും. താഴെ ചാടിയ പിന്നെ ഒന്നും പറയണ്ട. നീ എന്തിനാ എന്നോട് പറയുന്നത്? നിനക്കാണെങ്കിലും ആ ചേച്ചിനെ പോയി രക്ഷിക്കാമല്ലോ. നീ പോയി രക്ഷിക്കുക. എനിക്ക് പറ്റൂല. നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? ആ ചേച്ചി ഇപ്പൊ താഴെ ചാടും. ആ ചേച്ചി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാനുള്ളതിന് നീ ഇവിടെ വാചകം അടിച്ചോണ്ടിരുന്നോ? നിന്നെ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലല്ലോടാ. ഞാൻ എന്തായാലും അവരെ പോയി രക്ഷിക്കും. ഇതെന്റെ കടമയാണ്. ചേച്ചി, അബദ്ധമൊന്നും കാണിക്കല്ലേ. അവിടുന്ന് താഴെ ചാടി നിങ്ങൾ മരിക്കുമൊന്നുമില്ല. കൈയും കാലും ഒടിഞ്ഞിട്ട് കിടക്കേണ്ടി വരും. അങ്ങനെയായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു മോളെ. ഞാനിപ്പോ താഴെ ചാടിയേനെ, വെറുതെ ആയേനല്ലേ. എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മരിച്ചാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ചേച്ചിക്ക് തന്നെയല്ലോ നഷ്ടം. ഞാനിപ്പോൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ചേച്ചിയുടെ കാര്യം എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ഞാൻ കാരണം ചേച്ചി രക്ഷപ്പെട്ടല്ലോ. എനിക്കത് മതി. സന്തോഷമായി എനിക്ക്. താങ്ക് യു മോളെ. നീ എന്നെ വന്ന് രക്ഷിച്ചല്ലോ. നിനക്കെങ്കിലും എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടല്ലോ. താങ്ക് യു. അയ്യോ, സോമയ ടീച്ചറല്ലേ അവിടെ നിൽക്കുന്ന? ടീച്ചർ എന്തോ അബദ്ധം കാണിച്ചെന്ന് തോന്നുന്നു. നമുക്കൊന്ന് പോയി നോക്കാടാ. എനിക്ക് തോന്നുന്നത് ടീച്ചർ അവിടുന്ന് താഴെച്ചാടെ നോക്കിയതാന്ന്. ആ ചേച്ചിയായിരിക്കും ടീച്ചറിനെ രക്ഷിച്ചത്. ഈ ടീച്ചർക്ക് എന്തിന്റെ കുഴപ്പമാണ്? ടീച്ചർ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? ഞാനാ ഇവരെ രക്ഷിച്ചത്. ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇവരിപ്പോൾ ഇവിടുന്ന് താഴെ ചാടിയേനെ. താഴെ ചാടിയാൽ പിന്നെ കൈയും കാലെല്ലാം ഒടിഞ്ഞിട്ട് കിട്ടിയേനെ. നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കണ്ടേ? നിങ്ങൾ ഇവരുടെ കൂടെ ഉള്ളതല്ലേ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ. അതിനിങ്ങനെ മരിക്കാനൊക്കെ തുടങ്ങിയാൽ പിന്നെ ജീവിക്കാൻ പറ്റുമോ? ടീച്ചറെ പോലുള്ളവർ ഇങ്ങനെ ചെയ്യുമ്പം വിഷമാവുന്നു. നിങ്ങൾ ഇനി നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇവരിങ്ങനെയൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ സൂക്ഷിച്ചോ. ചേച്ചി ഒരു ടീച്ചറാണല്ലേ, എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇനി ഇങ്ങനെ അബദ്ധമൊന്നും കാണിക്കല്ലേ. എന്തിനാ ടീച്ചറെ മരിക്കാൻ പോയത്? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറയാറുന്നില്ലേ? ടീച്ചർക്ക് എന്നെ ഒരു നിമിഷമെങ്കിലും ഓർക്കായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ്. ജീവിച്ച മടുത്ത മോനെ. എത്ര നാളെന്ന് വെച്ചാൽ ഞാനിങ്ങനെ സഹിക്കുന്നത്. എൻ്റെ അമ്മായിമ്മയുടെ കാര്യം നിങ്ങൾക്കറിയാലോ. എന്നെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ രമേശായിട്ട് ഇപ്പം അടുപ്പമുണ്ടെന്ന് അവർ പറയുന്നത്. ഇതുവരെ നല്ല രീതിയിൽ മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. എന്നെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയുമ്പോൾ ഞാൻ എങ്ങനെ സഹിക്കും? ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷം വേണ്ടേ? എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ മരിക്കാൻ തുടങ്ങിയത്. അവർ വന്നിട്ട് എന്നെ രക്ഷിച്ച്. അവർ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ആ മോളോട് എപ്പോഴും എൻ്റെ കടപ്പാടുണ്ടായിരിക്കും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാലോ.